ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ ഒരു ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ചാലഞ്ച്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ എൻ്റെ ആ ഒരു പ്ലാനിങ് കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അറിയാത്ത പലരും ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഞാൻ പറയാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് ഒരു സപ്ലയർ ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ എനിക്ക് കസ്റ്റമർ കിട്ടാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പോൾ അവരെ കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അതിനെയാണ് ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ LICയിലൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ. അതായത് ആ ഒരു LICൻ്റെ സ്കീം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അങ്ങനെ വാങ്ങിപ്പിക്കുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന മന്ത്ലിയോ ഇയറിലോ പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് അവർ കമ്മീഷനായിട്ട് കൊടുക്കുന്നവർക്ക്. അപ്പോൾ അതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓഫ്ലൈൻ ചെയ്യുമ്പോഴാണ് അതൊക്കെ വരുന്നത്. ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല രീതിയിലുള്ള സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ പ്രൊഡക്റ്റും, ആമസോണിൻ്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റും സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ കുറേ മെഡിക്കലല്ല മറ്റേ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഇതേപോലെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് ചെയ്യാനല്ല, രണ്ടിൽ നമുക്കിവിടെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് ചെയ്യാം, പെയ്ഡും ചെയ്യാം. ഞാനിവിടെ ഓർഗാനിക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് പെയ്ഡാണ്. പെയ്ഡ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഗൂഗിൾ ആഡ് വഴിയാണ്. ഏത് പ്രൊഡക്റ്റാണെന്ന് ഞാൻ ഇതുവരെയായിട്ട് സെലക്ട് ചെയ്തിട്ടൊന്നും ഇല്ല. ഞാൻ എന്തായാലും വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഏത് പ്രൊഡക്റ്റായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ പറഞ്ഞു ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ആഡ് വഴിയാണ്. ചിലപ്പോൾ അത് യൂട്യൂബ് ആഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സെർച്ച് ആഡ് ആയിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ ആയിരിക്കും ചിലപ്പോൾ ഞാൻ റൺ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഏതാണ് ഞാൻ അതായത് ഞാൻ തന്നെ റിസർച്ച് ചെയ്തിട്ടില്ല ഏതാണ് പ്രൊഡക്റ്റ് എന്ന്. മിക്കവാറും അത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് പ്രൊഡക്റ്റ് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും നോക്കാം. ഞാൻ ഇതുവരെ സെലക്ട് ചെയ്യാത്തപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ് ആണ്. അതിൻ്റെ അമൗണ്ട് ബഡ്ജറ്റ് ഞാൻ റിവീൽ ചെയ്ത് തരാം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയൊരു ബഡ്ജറ്റ് ഒന്നുമില്ല. ആകെ 3000 രൂപയെ എൻ്റെ കയ്യിലുള്ളൂ ഇപ്പോൾ ഗൂഗിൾ ആഡിൽ സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു 3000 രൂപ വെച്ച് നമുക്ക് എത്രത്തോളം റിസൾട്ട് ക്ലിക്ക് കിട്ടും, എത്രത്തോളം വ്യൂസ് കിട്ടും, എത്രത്തോളം കമ്മീഷൻ കിട്ടും, എത്രത്തോളം കൺവേർഷൻ കിട്ടും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വരുന്ന വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ആഡ് റൺ ചെയ്ത ശേഷം നമുക്കതിനെ കാണാൻ പറ്റും. ആഡ് ഇതുവരെ റൺ ചെയ്തിട്ട് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് പറഞ്ഞ് 3000 രൂപയാണ്. നമുക്കിത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യും. നോക്കാം എത്രത്തോളം കിട്ടുമെന്ന്. എനിക്കും അറിയില്ല, ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് വേണ്ടി ഞാൻ മുമ്പ് ചെയ്ത സമയത്ത് ഒരു ചെറിയ പ്രശ്നം കാരണം നിർത്തി വെച്ചതായിരുന്നു. പിന്നെ എമൗണ്ട് കാരണമൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഏത് റിസൾട്ട് ആയിരിക്കും കിട്ടാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.